ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ 24% പോളിംഗ് രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയുടെ 10ാം വാർഷികം ഇന്ന്. 140 കോടി ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവാണ് മേക്ക് ഇൻ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കൊങ്കൺ മേഖല, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടു. സാഫ് അണ്ടർ-17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാൽദീവ്സിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎസ് സന്ദർശനം ശ്രദ്ധേയവും ഫലപ്രദവുമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട് കേന്ദ്രമന്ത്രിമാരും എൻഡിഎ നേതാക്കളും. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്നലെയാണ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തിരികെയെത്തിയത്. സന്ദർശനവേളയിൽ ക്വാഡ് നേതൃതല ഉച്ചകോടിയെയും ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉച്ചകോടിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്തു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 24% പോളിംഗ് രേഖപ്പെടുത്തി. 6 ജില്ലകളിലെ 26 മണ്ഡലങ്ങളാണ് രണ്ടാംഘട്ടത്തിൽ ജനവിധി തേടുന്നത്. നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള, കോൺഗ്രസ് പ്രദേശ് അധ്യക്ഷൻ താരിഖ് ഹമീദ് കർറ, ജമ്മു കാശ്മീർ ബിജെപി അധ്യക്ഷൻ രവീന്ദർ റെയ്ന തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ജമ്മു കാശ്മീരിലെ 3ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 1 നടക്കും. ഒക്ടോബർ 8 വോട്ടെണ്ണൽ. ജമ്മു കാശ്മീരിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന വേളയിൽ വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സമ്മതിദായകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന യുവ വോട്ടർമാർക്ക് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ ആശംസകൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിൽ 15 രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘം സന്ദർശനം നടത്തുന്നു. പ്രദേശത്തെ വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. അമേരിക്ക, മെക്സിക്കോ, ഗയാന, ദക്ഷിണ കൊറിയ, സൊമാലിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംഘത്തിലുള്ളത്. ജമ്മു കാശ്മീരിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി ദേശീയ പാർട്ടികൾ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ജെകെ റിസോർട്ട് ഗ്രൌണ്ടിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കും. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമായി സഖ്യം ചേർന്നാണ് ഇത്തവണ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി സോനിപത്ത് ജില്ലയിലെ ഗൊഹാനിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. റാലി കണക്കിലെടുത്ത് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 5 90 അംഗ ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഒക്ടോബർ 8 നടക്കും. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ സംസ്ഥാനത്തെ ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി അജിത് പവാർ എന്നിവരുമായി ശ്രീ അമിത്ഷാ സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. വരാനിരിക്കുന്ന ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സഖ്യകക്ഷികളായി ജെഡിയുവും എജെഎസ്യുവും തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ബിജെപി നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ. ഒക്ടോബർ ആദ്യവാരം സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയുടെ 10ാം വാർഷികം ഇന്ന്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഉത്പാദന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത നിരവധി പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് ഈ കാലയളവിൽ നടന്നത്. വിശദാംശങ്ങളിലേക്ക്. നിക്ഷേപം സുഗമമാക്കുക, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുക, ഇന്ത്യയെ നിർമ്മാണം, രൂപകൽപ്പന, നൂതനാശയങ്ങൾ എന്നിവയുടെ കേന്ദ്രമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. നവീകരണം, ഗുണനിലവാരം എന്നിവയുടെ ആഗോള മാനദണ്ഡമായി ബ്രാൻഡ് ഇന്ത്യ സ്ഥാപിക്കുക എന്ന ദർശനത്തിൽ അധിഷ്ഠിതമായി സ്റ്റാർട്ടപ്പുകളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാൻ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ കഴിഞ്ഞു. ഈ സംരംഭം ആരംഭിച്ചതിനുശേഷം മൊബൈൽ ഫോണുകളുടെ ഇറക്കുമതി 85% കുറഞ്ഞതോടെ ലോകത്തിൽ
ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായി ഇന്ത്യ മാറി. ലോകത്തെ മൊത്തം വാക്സിനുകളുടെ 50% ഇന്ന് ഇന്ത്യയാണ് വിതരണം ചെയ്യുന്നത്. ആധുനിക സൌകര്യങ്ങളോടെയുള്ള രാജ്യത്തെ ആദ്യ തദ്ദേശീയ സെമി ഹൈസ്പീഡ് ട്രെയിൻ വന്ദേ ഭാരതും ഈ രംഗത്തെ ഒരു സുപ്രധാന നേട്ടമാണ്. രാജ്യത്തെ UPI സംവിധാനത്തിന്റെ മുന്നേറ്റം ഡിജിറ്റൽ പണമിടപാട് മേഖലയിൽ ഇന്ത്യയെ ആഗോളതലത്തിൽ ഉയർന്ന സ്ഥാനത്തെത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 140 കോടി ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവാണ് മേക്ക് ഇൻ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളിലൂടെയും മേക്ക് ഇൻ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരതം, വികസിത ഭാരതം എന്നിവയ്ക്കുള്ള പ്രതിബദ്ധതയും ശ്രീ മോദി എടുത്തു പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന നമ്പറിലോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലോ മറ്റന്നാൾ വരെ അറിയിക്കാവുന്നതാണ്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീൻദയാൽ ഉപാധ്യായ അവതരിപ്പിച്ച അന്ത്യോദയ ആശയം ഇന്ത്യയുടെ വികസന യാത്രയ്ക്ക് കരുത്തേകിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ അർപ്പണബോധവും സേവനവും എക്കാലവും സ്മരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ശനിയാഴ്ച വരെ കൊങ്കൺ മേഖല, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. 20,000-ത്തിലധികം ആളുകളാണ് സംഘർഷത്തെ തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ അഭയം തേടിയത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള കമാൻഡറെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഗസ സംഘർഷം തുടരുന്നതിനിടെയാണ് ഇസ്രായേൽ വടക്കൻ അതിർത്തിയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ആക്രമണം ശക്തമാക്കിയത്. ഭൂട്ടാനിൽ നടക്കുന്ന സാഫ് അണ്ടർ-17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാൽദീവ്സിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. ശനിയാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ഗ്രൂപ്പ് ബിയിലെ റണ്ണർ അപ്പ് ടീമിനെ ഇന്ത്യൻ സംഘം നേരിടും. ഈ മാസം 30-നാണ് ഫൈനൽ. കഴിഞ്ഞ 5 തവണയും ഇന്ത്യയാണ് സാഫ് അണ്ടർ-17 ചാമ്പ്യന്മാർ. മക്കാവു ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി സഖ്യം 16-ാം റൌണ്ടിൽ കടന്നു. ജാപ്പനീസ് താരങ്ങളായ അക്കാരി സാറ്റോ, മായ ടാക്കുച്ചി സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മുന്നേറ്റം. നാളെ നടക്കുന്ന പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ തായ്വാനെ നേരിടും. പുരുഷ സിംഗിൾസിൽ അല്പം മുൻപ് നടന്ന മത്സരത്തിൽ മുൻ ലോക 1-ാം നമ്പർ താരമായ കിഡംബി ശ്രീകാന്ത് ഇസ്രായേലിയൻ താരത്തെ പരാജയപ്പെടുത്തി. ഡൽഹി വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൃഷിസ്ഥലങ്ങളിൽ തീയിടുന്നത് തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷനോട് റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. മുൻകാല ഉത്തരവുകൾ അവഗണിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടികളും റിപ്പോർട്ടിൽ വിശദീകരിക്കാൻ നിർദ്ദേശമുണ്ട്. വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കേസിൽ അമിക്കസ് ക്യൂറിയായ അപരാജിത സിംഗിന്റെ അടിയന്തര പരാമർശത്തെ തുടർന്നാണ് സുപ്രീംകോടതി ഇടപെടൽ. രാജ്യത്തെ സ്കൂളുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിച്ച് പ്രവർത്തിക്കാൻ ദേശീയ ബാലാവകാശ കമ്മീഷനോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ചില സ്കൂളുകളിൽ അടുത്തിടെ കുട്ടികൾക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 111 പോയിന്റ് നഷ്ടത്തോടെ 84,803-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 52 പോയിന്റ് താഴ്ന്ന് 25,888-ലും വ്യാപാരം തുടരുന്നു. കേരളത്തിൽ ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി 2ാംഘട്ട അദാലത്ത് നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ. ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ താലൂക്ക് തലത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ 24% പോളിംഗ് രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയുടെ 10ാം വാർഷികം ഇന്ന്. 140 കോടി ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവാണ് മേക്ക് ഇൻ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കൊങ്കൺ മേഖല, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടു. സാഫ് അണ്ടർ-17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാൽദീവ്സിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്